കാലം തെറ്റിയുള്ള ഇപ്പോഴത്തെ മഴയും പിന്നെ അടുത്ത വേനൽ അതൊക്കെ കുരുമുളക് നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറമേ ഈ രോഗവും മഴ അധികരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചില സമയങ്ങളിലൊക്കെ കാപ്പിക്കുരുമൊക്കെ മുഴുവൻ ഒഴിഞ്ഞ് നിരത്തു പോവുക. പിന്നെ ഏലത്തിനും അതിൻ്റെ ആയിട്ടുള്ള മാറ്റം. വയനാട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു 10-20 കൊല്ലമൊക്കെ മുന്നേ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. നല്ല ക്രമം തെറ്റാനുള്ള മഴയും ആ യഥാസമയങ്ങളിൽ കിട്ടുന്ന മഴ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോഴങ്ങനെ അല്ലല്ലോ കിട്ടുന്നത്. ഇപ്പോൾ ജൂൺ ജൂലൈ പെയ്യേണ്ട മഴ ആ സമയത്ത് കിട്ടുന്നത്. വേനൽ മഴ പൊതുവെ കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മുടെ എല്ലാ കൃഷികളും ബാധിച്ചിട്ടുണ്ട്. നെല്ലാണെങ്കിലും ഇപ്പോൾ കാപ്പിയാണെങ്കിലും കുരുമുളകാണെങ്കിലും എല്ലാ കൃഷിക്കും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ കാലാവസ്ഥാ പ്രശ്നം. ജൂൺ ജൂലൈ മാസമാണ് സാധാരണ ഞങ്ങൾ കുരുമുളക് വള്ളിത്തലയിടുക എന്ന് പറയുന്നത്. വള്ളിത്തലയിടുമ്പോഴത്തേക്കിന് നമുക്ക് ഈ ജൂൺ ജൂലൈ ഞാറ്റുവേല ആരംഭത്തോടുകൂടി നമ്മൾ വെക്കും. ഇപ്പോൾ നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച വെയിലടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത കുത്തി പെയ്യുന്ന മഴയാണെങ്കിൽ ആ മഴയ്ക്കും പിടിക്കത്തില്ല. അങ്ങനെ നട്ടുണ്ടാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. വിളവെടുക്കുന്ന കേസിൽ വരുമ്പോഴത്തേക്കിനും ഇതൊക്കെ ഉണ്ടായി നല്ല രീതിയിൽ കുറച്ച് കാര്യം വന്നത് കടുത്ത മഴ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കടുത്ത മഴ ആകുമ്പോഴത്തേക്കും ഈ കാപ്പിക്കുമൊക്കെ ഇപ്പോൾ ഈ സെറ്റായി നിൽക്കുന്ന ഈ പൊടിയൊക്കെ താഴെ പോകും. ഇതിന്നൊക്കെ ഒരുപാട് പൊടി താഴെ പോകും. ഇതിലുണ്ടാകുന്ന ഒരു 3 സാധനമൊക്കെ നമുക്ക് ചിലപ്പോൾ ലഭിക്കാറുള്ളൂ. ഈ കൃഷിയിലൊക്കെ വളരെയധികം നഷ്ടപ്പെടുന്നു. വയനാട് ഈയുടെ ഒരു കേന്ദ്രമായിരുന്നില്ല. വാഴക്കൊല സംബന്ധിച്ചിട്ടാണെങ്കിലും കിഴങ്ങ് വിളവെ സംബന്ധിച്ചാണെങ്കിലും 18-ന് ശേഷം വന്ന ദുരിതത്തിന് ശേഷം മണ്ണിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം കിഴങ്ങ് വിളക്കൊന്നും പല ഉൽപ്പാദനങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരു ചാക്ക് നട്ടു കഴിഞ്ഞാൽ അതേ ഒരു ചാക്ക് തിരികെ ലഭിക്കുന്ന സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നൊരു ജില്ലയാണ് വയനാട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏകദേശം 80-82% കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന വയനാട്ടിലാണ്. കാപ്പി പൂക്കും. അത് പിന്നെ ഒരു മെയ് മാസത്തോടുകൂടി പിന്നെ വർഷകാലത്തിൻ്റെ തുടക്കം നിരൂപത്തിൽ മെയ് പകുതിയോടുകൂടി പതുക്കെ മഴ പെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതിങ്ങനെ മൂത്ത് വലുതായി കുറേശ്ശെ കായ പിടിച്ചു വരും, കട്ടിയായി വരും. പിന്നെ ജൂൺ മാസത്തും തുടങ്ങിയാൽ മഴയായല്ലോ, കാലവർഷം പിടിച്ചല്ലോ. പിന്നെ സെപ്റ്റംബറോടുകൂടി മഴ പതുക്കെ കുറയും. സെപ്റ്റംബർ കഴിഞ്ഞ് പിന്നെ ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്ക് മഴ പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്നതോടുകൂടി വേനലോടുകൂടി കാപ്പി പഴുക്കാൻ തുടങ്ങും. ഡിസംബറോടുകൂടി കാപ്പി പഴുത്ത് അത് പറിക്കുകയുള്ളൂ. ആ സംവിധാനത്തിലാണ് മാറ്റം വന്നത്. ഏകദേശം ഒരു 10-12 വർഷം ആ രൂപത്തിലുള്ള 12 വർഷത്തോളം ആയിട്ടുണ്ടാവും. അതുവരെ ഇങ്ങനെ ഒറ്റപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത രൂപത്തിലൊക്കെ പോയിരുന്നു. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഈ കാലാവസ്ഥ ചേഞ്ച് മൂലം കണ്ടമാനം മഴ കൂടുതലായിരുന്നു. മൊത്തം അഴുകിപ്പോയി. അതുപോലെ ചെടിയും കണ്ടമാനം നശിച്ചുപോയി. ആ സമയത്ത് ഈ പ്രാവശ്യം എന്നെ സംബന്ധിച്ച് നേരെ വിപരീതമായിപ്പോയി, മഴയില്ലാണ്ടായിപ്പോയി. ഇപ്പോൾ സീസൺ സ്റ്റാർട്ട് ചെയ്തോട്ടെ മഴ വളരെ കുറവായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ കർക്കിടക മാസത്തിലൊക്കെ നനയ്ക്കുമായിരുന്നു. ഏലത്തിൻ്റെ ചൂട് അതുപോലെ ഉണക്കായിപ്പോയി. മഴയുണ്ടെങ്കിലേ നമുക്ക് നല്ല വിളവ് കിട്ടുള്ളൂ, കായ ഉണ്ടായി തുടങ്ങുകയുള്ളൂ. ഇങ്ങോട്ട് മഴ പെയ്യുന്നത് ഇപ്പോഴാണ്. ഈ കാലാവസ്ഥ വ്യതിയാനം മൂലം ഹൈറേഞ്ച് മേഖല ഏകദേശം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ആയിക്കൊണ്ടിരിക്കുക. ഓരോ വർഷം ചെല്ലുന്നവരും ഇതിൻ്റെ കേടുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏലത്തിനാണെങ്കിലും അത് ശരിയാണ്, കുരുമുളകിനാണെങ്കിലും ഇതുപോലെ തന്നെ. കുരുമുളകല്ല, ഇപ്പം തിരിയിട്ട് വന്ന് പിടിച്ചു വരുന്നതിനും ഒഴിഞ്ഞു പോവാണ്. 4-1 ആയിട്ട് വിളവ് കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിചാരിച്ചു ഈ അടുത്ത സീസണെങ്കിലും നമുക്കൊരു നല്ലൊരു ആദായം കിട്ടുമെന്നും നല്ലൊരു വില കിട്ടുമെന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വിലയും ഉണ്ടായില്ല, ആദായം ഉണ്ടായില്ല. ഈ പ്രാവശ്യം കുറച്ച് ആദായം, ചെറിയ വില വ്യത്യാസം വന്നു. വില വ്യത്യാസം പറഞ്ഞപ്പോൾ അന്നേരം കൊടുക്കാനായിട്ട് ആദായമില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ കൃഷിയിലുണ്ടായ ലോസ് മൂലം എല്ലാവരും ലോൺ എടുത്തും കടം മേടിച്ചായിരുന്നു ഈ പ്രാവശ്യം വരെ ഓടിച്ചുകൊണ്ടിരുന്നത്. അടുത്ത സീസണുകളിൽ ഇനി കൃഷിക്കാർ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. കാലാവസ്ഥ വ്യതിയാനത്തെ പറ്റി ശരിക്കും സംസാരിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷത്തോളം ആയിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. അന്ന് ഒരു പക്ഷേ 2018 മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നത് ലോക്കൽ ക്ലൈമറ്റ് ചേഞ്ചും ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇമ്പാക്റ്റും അതുപോലെ നമ്മുടെ മൈക്രോ എൻവിറോൺമെൻറ്റിലുണ്ടായ മാറ്റങ്ങളെയൊക്കെ സംബന്ധിച്ചിട്ടായിരുന്നു. അപ്പോൾ അതിലേറ്റവും പ്രധാനം നമ്മുടെ ടെമ്പറേച്ചറിലുള്ള വ്യത്യാസമാണ്. അതായത് മിനിമം ടെമ്പറേച്ചറിൽ 0.9 ഡിഗ്രീൻ്റെയും ഹയർ ലെവലിൽ 1.1 ഡിഗ്രീൻ്റെയും ടെമ്പറേച്ചർ ഡിഫറൻസ് 80 ഇയേഴ്സിൻ്റെ ഉള്ളിൽ വയനാട്ടിലുണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ 2010 വരെ അമ്പലവയൽ വെതർ സ്റ്റേഷനിൽ എടുത്തിട്ടുള്ള ഡാറ്റ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് തന്നെ ലോവർ ടെമ്പറേച്ചർ പിന്നെയും താഴോട്ട് പോവുകയും അതിൻ്റെ ഹയർ ലെവൽ പിന്നെയും മേലോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഒരു ടെമ്പറേച്ചറിലുണ്ടാകുന്ന മാറ്റം സോയിലിൻ്റെ ക്യാരക്ടറിനെ മാറ്റും, അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടറിൻ്റെ പ്രസൻസ് ഇല്ലാത്തതും ഈ 2 നമ്മുടെ ക്രിട്ടിക്കൽ ക്രോപ്പുകളുടെയും
പ്രൊഡക്ടിവിറ്റീനെയും ആരോഗ്യത്തെയും അവരുടെ പെസ്റ്റ് റെസിസ്റ്റൻസിനെയും ഡിസീസ് റെസിസ്റ്റൻസിനെയും ഒക്കെ ബാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രൊഡക്ടിവിറ്റി ലോസ് വളരെ കാര്യമായിട്ടുണ്ട്. ഇപ്പോൾ റൈസിനെ സംബന്ധിച്ചും ട്രഡീഷണൽ ഫാമേഴ്സിനെ നോക്കിയാൽ ട്രഡീഷണൽ റൈസ് വെറൈറ്റീസിൻ്റെ പ്രൊഡക്ടിവിറ്റി വളരെയധികം താഴോട്ട് പോയിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഇതായിരുന്നു 2018 വരെയുള്ള ഒരു സിനാരിയോ എന്ന് പറയുന്നത്. റെയിൻഫാളിൻ്റെ പാറ്റേൺ നോക്കിയാൽ 2018 വരെയുള്ള നമ്മുടെ ഡാറ്റ വെച്ച് നോക്കിയാൽ ഓൺസെറ്റ് ഓഫ് മൺസൂൺ മുന്നോട്ട് മാറുന്നു. ജൂൺ 1 എന്നുള്ളത് 15 ഡേയ്സ് മാറുന്നു. അതുപോലെ വയനാടിനെ സംബന്ധിച്ച് വയനാടിൻ്റെ മഴേൻ്റെ ഒരു സ്വഭാവം അതിങ്ങനെ തുടർച്ചയായിട്ട് പെയ്യുന്നു. നൂൽമഴ പെയ്യുന്ന സ്ഥലം എന്നാണല്ലോ വയനാട്ടിൽ പറ്റി പറയാം. തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കുന്ന അങ്ങനെ ഭൂമി വെള്ളം കുടിച്ച് പിന്നെ ഉറവകൾ പൊട്ടി നമ്മുടെ വയലുകൾ നികന്ന് പിന്നെ തോടുകൾ നിറഞ്ഞ് വയലുകൾ നിറഞ്ഞ് പുഴയിൽ കൂടി ഒഴുകി അങ്ങനെ ഒരു സാച്ചുറേഷൻ ലെവലിലെത്തി അങ്ങനെ പോകുന്നതാണ്. കാലാവസ്ഥ വ്യതിയാനം വരുമ്പം റെയിൻഫാളിൻ്റെ പാറ്റേൺ മാറും. റെയിൻഫാളിൻ്റെ പാറ്റേൺ മാറുമ്പോൾ നിന്ന് പെയ്യല്ല ചെയ്യാം, പെയ്യും നിൽക്കും. പിന്നെ പെയ്യുന്നത് ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. ഇൻറ്റൻസീവ് റെയിൻഫാൾ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ സോയിൽ എറോഷനാണ്. സോയിൽ എറോഷൻ തിരിച്ച് മണ്ണിൻ്റെ ടെമ്പറേച്ചർ കൂട്ടും. അപ്പോൾ ഇതിങ്ങനെ ഇമ്പാക്റ്റും ഒന്നിൻ്റെ മേലെ ഒന്നായിട്ടാണ്, ഒരു ഇമ്പാക്റ്റിനും ഒരു സൈക്കിളാണ്. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് നമ്മൾ 2018 വരെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നം. ഒന്ന്, നമ്മുടെ വാട്ടർ ടേബിൾ താഴോട്ട് പോകുന്നു, വാട്ടറിനെ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല, അഗ്രികൾച്ചർ ക്രോപ്പുകളുടെ പ്രൊഡക്ടിവിറ്റി താഴോട്ട് പോകുന്നു, പുതിയ പെസ്റ്റ് ആൻഡ് ഡിസീസ് ഇൻസിഡൻസ് ഉണ്ടാകുന്നു, പിന്നെ ഫാമിംഗ് സൈക്കിളിൽ മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ഫാം മാനേജ്മെൻറ്റിൽ വലിയ ഇഷ്യൂസ് ഉണ്ടാകും. ഇത്രയാണ് നമ്മൾ അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ 2018 സിനാരിയോ ഭയങ്കരമായിട്ട് മാറുവാണ്. നമ്മൾ വെരി ഹെവി ഇൻറ്റൻസ് റെയിൻഫാളിനെ അഡ്രസ്സ് ചെയ്യാം. 2018 ശേഷം ഹൈ ഇൻറ്റൻസീവ് റെയിൻഫാൾ വരുമ്പോൾ ഫാമിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും വല്ലാത്ത പ്രതിസന്ധിയില്ല. നമുക്ക് ട്രഡീഷണൽ നോളജ്, ക്ലൈമറ്റ് വെതറിനെ സംബന്ധിച്ച് ട്രഡീഷണൽ നോളജ് ഉണ്ട്, ഫാമിംഗ് പ്രാക്ടീസുകളെ സംബന്ധിച്ച് ട്രഡീഷണൽ നോളജ് ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മുടെ സയൻറ്റിഫിക് നോളജും കൂടി വെച്ചിട്ടാണല്ലോ ഫാമിംഗ് കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് നോളജ് സിസ്റ്റവും വളരെ കാര്യമായിട്ട് ഫെയിൽ ആവുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഹൈ സോയിൽ എറോഷൻ ഉള്ളത് കൊണ്ട് തന്നെ സോയിലിൻ്റെ സ്വഭാവം ഭയങ്കരമായിട്ട് ഓരോ മഴയ്ക്ക് ശേഷം മാറും. ചിലയിടത്തുനിന്ന് വല്ലാതെ ന്യൂട്രിയൻസ് ഒഴുകിപ്പോവും, ചിലയിടത്ത് അത് അക്യുമുലേറ്റ് ചെയ്യപ്പെടും. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സൈറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള സോയിൽ ടെസ്റ്റിങ്ങോ അതിനനുസരിച്ചിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഫാമേഴ്സിന് കൊടുക്കാനോ അല്ലെങ്കിൽ ഫ്ലഡ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ടാക്കാനോ ഡ്യൂറേഷൻ കുറഞ്ഞതോ ഇതിൻ്റെ ഇതുണ്ടല്ലോ ടൈമിംഗ് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടോ അങ്ങനത്തെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻ്റർവെൻഷൻ നമ്മുടെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റീൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതായിട്ട് എസ്പെഷ്യലി അഗ്രികൾച്ചർ ഏരിയയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. കാപ്പിയാണെങ്കിലും കുരുമുളകാണെങ്കിലും നെല്ലാണെങ്കിലും ഒക്കെ അതിൻ്റെ സീഡ് സെറ്റിംഗ് നടക്കുന്ന സമയം, ഈ സമയത്തൊക്കെ മഴ വ്യത്യാസം ആണ് വരുന്നത്, കാലാവസ്ഥ വ്യത്യാസമാണ് വരുന്നത്. അതുപോലെ ടെമ്പറേച്ചറിൻ്റെ ഈ വേരിയേഷൻ, അത് കാരണം ഇവർ പ്രതീക്ഷിക്കുന്ന സമയത്തൊന്നുമല്ല കാര്യം നടക്കുന്നത്. അങ്ങനെ എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ സൂക്ഷ്മ അർത്ഥത്തിലുള്ള പഠനങ്ങളും ഇൻ്റർവെൻഷൻസും പോളിസികളിലുള്ള മാറ്റങ്ങളും ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് മാറണം, കൃഷീൻ്റെ മാനേജ്മെൻറ്റ് മാറണം, അത്തരം ഒരു ഇടപെടൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്.